അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങൾ. പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ചില നടപടിക്രമങ്ങളുണ്ട്. അതെന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ? ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ സപ്പോസ് ടു നോ ദ ലോ ഓഫ് ദ കൺട്രി. എല്ലാവരും LLB പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം LLB ഒരു വലിയ സംഭവമാണ്. കാരണം പോലീസുകാരൊക്കെ നിങ്ങൾക്ക് അല്പമെങ്കിലും മര്യാദ തരുന്നത് LLB വക്കീലന്മാർക്കാണ്. അല്പം മര്യാദ കൊടുക്കും. കാരണം അത് എനിക്കങ്ങനെയാണ്, എൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ മര്യാദയോടുകൂടി പെരുമാറും. കാരണം അവരുടെ ജോലി ചെയ്യണം, നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. ഞാൻ വക്കീലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പോയി ബഹളം ഉണ്ടാക്കുന്നതൊന്നും ശരിയായ ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. മര്യാദ, മ്യൂച്വൽ റെസ്പെക്റ്റ് വളരെ നിർബന്ധമാണ്. എന്നോട് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പോലീസ് SHO ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ വളരെ മര്യാദയായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനും അതുപോലെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മര്യാദയ്ക്ക് സംസാരിച്ചാൽ പോലും നമ്മുടെ മുഖത്തും പെരുമാറ്റത്തിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ ഒരു മര്യാദ എല്ലാവരോടും. കാരണം കുറ്റവാളികളോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കാം ഒരു LLB വക്കീൽ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അറസ്റ്റ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ചില നടപടിക്രമങ്ങൾ, അതെന്താണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഇപ്പോൾ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, സാർ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? യു ഹാവ് ദ റൈറ്റ് ടു ആസ്ക്. Because according to the Indian Constitution, Article 21, liberty of life and property, personal liberty, right to live എന്താണ്, നമുക്ക് ജീവിക്കാനുള്ള അവകാശവും പിന്നെ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള ലിബർട്ടിയും നമുക്കുണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം, ആർട്ടിക്കിൾ 21. അപ്പോൾ ഈ ആർട്ടിക്കിൾ 21 അനുസരിച്ചും പിന്നെ BNSS ഉണ്ട്, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സംഹിതയാണ്. ന്യായ സംഹിത IPCയുടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇത് CRPCയുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് BNSS. അതിൻ്റെ സെക്ഷൻ 47 പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. നമ്പർ 1, ആ വ്യക്തിയെ, ഏതൊരു വ്യക്തിയെയാണോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിരിക്കണം നിങ്ങൾ എന്ത് ഒഫൻസാണ് ചെയ്തതെന്ന്. 2, അയാൾക്ക് ബന്ധുക്കളെ, അയാളുടെ റിലേറ്റീവ്സിനെ ഇത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ട ഫെസിലിറ്റീസ് പോലീസുകാർ ചെയ്തു കൊടുക്കണം. നമ്പർ 2. നമ്പർ 3, അദ്ദേഹത്തിൻ്റെ വക്കീലിനെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ വക്കീലിനെ ബന്ധപ്പെടണം എന്ന് അയാൾ പറഞ്ഞാൽ അതിനുവേണ്ട ഫോൺ ചെയ്യാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കണം. 4, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബോഡി അസുഖം ഉണ്ടെങ്കിൽ, ചിലപ്പം തലച്ചുറ്റോ തലകറക്കമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അതിന് ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ്, ഡോക്ടർ ചെക്കപ്പ് വളരെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ദീസ് ആർ ദ തിങ്സ് ടു ബി ഡൺ ഈവൻ ബിഫോർ പ്രൊഡ്യൂസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. കോടതിയുടെ മുമ്പ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ പോലീസ് അധികാരികൾ ചെയ്തിരിക്കണം. അപ്പം ഞാൻ എന്താണിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാർക്ക് അവർക്ക് ഈ നിയമം അറിയാം, പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? നന്ദി, നമസ്കാരം.